വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ മുൻകൂർ ജാമ്യം തേടി നേതാക്കൾ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവർ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയതിനു പിന്നാലെ മൂവരുടെയും ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ്. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയാണ് ഈ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി 3 പേരെയും പ്രതിയാക്കുന്നതൊക്കെ. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിന് തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിന്റെ ആദ്യ പടി തന്നെയാണ് ഈ നേതാക്കൾക്കെതിരെയുള്ള ഈ പ്രതിപട്ടികയിൽ നേതാക്കളെ പേര് ചുമത്തിയത്. എന്തായാലും 3 പ്രതികളും ഇപ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അജ്ഞാത കേന്ദ്രങ്ങളിലാണ്. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ തുടങ്ങിയവർ വയനാട് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിട്ടുള്ള KK ഗോപിനാഥൻ ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും നേതാക്കളുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാവുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. MLA ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുൾപ്പെടെ സമാന്തരമായി പോലീസ് അന്വേഷണ സംഘം പരിഹരിക്കുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ വളരെ പൊടുന്നനെ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻകൂർ ജാമ്യത്തിനുള്ള തീവ്ര ശ്രമം ഈ കഴിഞ്ഞ ദിവസം പ്രതിപട്ടികയിൽ പേര് ചേർത്ത ഉടനെ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അവർ നടത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തായിരുന്നു ND അപ്പച്ചൻ. എന്നാൽ പിന്നീട് ജാമ്യം നേടി അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. തൃശ്ശൂരിലാണ് IC ബാലകൃഷ്ണൻ ഒടുവിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതായി മനസ്സിലാക്കുന്നത്. പിന്നീട് IC ബാലകൃഷ്ണന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. KK ഗോപിനാഥന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. KK ഗോപിനാഥൻ എറണാകുളത്ത് കൊച്ചിയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ വലിയ ആഭ്യന്തര പ്രശ്നം കൂടെ ഉണ്ടാവും. പ്രധാനപ്പെട്ട നേതാക്കളും ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ ചേർന്നോടെ വലിയ തരത്തിലുള്ള ആഭ്യന്തര സംഘർഷം കൂടെ ജില്ലയിലുണ്ട്. സംസ്ഥാന നേതാക്കൾക്ക് കൂടി ഇപ്പോൾ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഉപസമിതിയെ വീട്ടിലെത്തി NM വിജയന്റെ വീട്ടിലെത്തി ഉപസമിതി ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ടുള്ള അതിനെല്ലാം തകർത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് ഇവരുടെ പ്രതിപട്ടികയിൽ പേര് വന്നതോടെ, നേതാക്കൾ പേര് വന്നതോടെ KPCC നേതൃത്വം കുരുക്കിലായിട്ടുള്ളത്. എന്തായാലും ഇതിനെയൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക കോൺഗ്രസ് പ്രവർത്തകരിലുമുണ്ട്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാന പ്രവർത്തകർ ജയിലിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിൽ വയനാട് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തും ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ നാണക്കേടാകും. കാരണം പ്രിയങ്ക ഗാന്ധി MPയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രതയും ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കും, കൂട്ടായി പരിഹരിക്കണം എന്ന നിലയിലാണ് മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് നേതൃത്വം തന്നെ എടുക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ശരി, എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലാകും എന്നുള്ളതിൽ സംശയമില്ല. നിലവിലിപ്പോൾ ഈ 3 പേരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ്. 3 പേരുടെയും ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വയനാട്ടിൽ നിന്ന്.